ഈ സരസ്വതി നിലയത്തിന്റെ തിരുമുറ്റത്താണ് ഗ്രാമോത്സവം അരങ്ങേറിയത്. അശ്വിനിയെ പുത്രനിർവിശേഷം സ്നേഹിക്കുന്ന അധ്യാപകൻ ശ്രീ പുന്നാട് ബാലകൃഷ്ണൻ മാഷ് ഇവിടെ കാണുന്ന ഈ അമ്പലത്തോടനുബന്ധിച്ചിട്ട് തറയോടനുബന്ധിച്ചിട്ട് സാംസ്കാരിക സമ്മേളനം, ആ സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകൻ ശ്രീകുമാർ എന്നെ നിർബന്ധിച്ചിട്ട് ഈ ക്ഷീണത്തോടു കൂടി എന്നെ പിടിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തി ഞാൻ അവിടെ അധ്യക്ഷം വഹിക്കണമെന്ന് പറഞ്ഞു. അധ്യക്ഷം വഹിച്ചു. ആ യോഗത്തിൽ എൻ്റെ ശിഷ്യൻ നിങ്ങളോട് വേണ്ട പോലെ സംസാരിക്കാൻ എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് അവനെ പ്രസംഗിക്കാൻ ക്ഷണിച്ചു ഞാൻ. അപ്പോൾ എഴുന്നേറ്റ് മൈക്കിനടുക്കെ പോകുന്നതിന് പകരം നേരെ എൻ്റെ അടുക്കേക്കാണ് വന്നത്. എൻ്റെ വന്ന് സ്റ്റേജിൽ നിന്ന് എൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ടാണ് അവൻ പ്രസംഗിക്കാൻ തുടങ്ങിയത്. പലരും ആ രംഗം ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും. ഞാൻ അവിടെ നിന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടി വിചാരിച്ചു. ഇവൻ പ്രസംഗം തുടങ്ങി. ഫുൾ ഈ വയൽ മുഴുവൻ ആളുകളെ കംപ്ലീറ്റ് ആളെ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഞാനും ഇവൻ്റെ പ്രഭാഷണം കേട്ടിങ്ങനെ ഇരുന്നു. പ്രഭാഷണം തീരുന്നവരെ ഇരിക്കേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. സരസ്വതി കടാക്ഷത്താൽ അനുഗ്രഹീതനായിരുന്ന അശ്വനിയുടെ വാഗ്മിത കണ്ണൂരിന്റെ അതിർത്തി വിട്ടും പരന്നു തുടങ്ങിയിരുന്നു. ഭഗവത്ഗീതയില് നമ്മൾ പ്രവേശിക്കുമ്പോ ഗീത ആരംഭിക്കുന്നത് തന്നെ ധൃതരാഷ്ട്രരുടെ ഒരു ചോദ്യത്തിലൂടെയാണ്. മംഗളകരമായ ഒന്നിനെ കുറിച്ച് പറയാൻ തുടങ്ങുമ്പോ അതിന്റെ ആമുഖത്തിൽ തന്നെ കൊണ്ടുവച്ചിരിക്കുന്നത് വെളിച്ചം നഷ്ടപ്പെട്ട ഒരാളെയാണ്. പലപ്പോഴും നമ്മളെ ചിന്തിച്ചു പോകാറുണ്ട്, ഭഗവാന് തന്നെ നേരിട്ട് അങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടിട്ട് കാര്യം പറഞ്ഞാൽ പോരായിരുന്നു. എന്തിന് ഈ രണ്ട് കണ്ണുകളുടെയും കാഴ്ചശക്തി നഷ്ടപ്പെട്ട ധൃതരാഷ്ട്രരെ ഭഗവത്ഗീതയുടെ ആദ്യത്തിൽ അവതരിപ്പിച്ചു. ധൃതരാഷ്ട്രരുടെ രണ്ട് കണ്ണുകള് സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും രണ്ട് കണ്ണുകളാണ്. സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും കണ്ണുകൾക്ക് കാഴ്ച നഷ്ടപ്പെട്ട അസത്യത്തിന്റെയും അധർമ്മത്തിന്റെയും കൂരിരുട്ടില് വീണുപോയ മാനവ സമൂഹത്തിന്റെ പ്രതിനിധി എന്ന നിലയിലാണ് ധൃതരാഷ്ട്രയെ നാം നോക്കിക്കാണേണ്ടത്. അസത്യവും അധർമ്മവുമാണ് നമ്മുടെ നാട്ടിനകത്തെ വെളിച്ചത്തെ കെടുത്തിക്കളയുന്നത്. ഈ അസത്യവും അധർമ്മവും ചേർന്ന് സൃഷ്ടിക്കപ്പെടുന്നതിന്റെ കോലാഹലങ്ങളും അപകടങ്ങളുമാണ് നാം ഇന്ന്